നമസ്കാരം, എല്ലാവർക്കും സൈലത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഒരു അധ്യാപകരാവുക, ഒരു അധ്യാപികയാവുക എന്നുള്ളതൊക്കെ വലിയ സ്വപ്നം കാണുന്നവർക്ക് വളരെ അടിസ്ഥാനപരമായി വേണ്ടുന്ന ഒരു യോഗ്യതാ പരീക്ഷയാണ് നമ്മളുടെ കേറ്ററ്റ് പരീക്ഷ. പലപ്പോഴും പലയിടങ്ങളിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് ഓർത്തു വെക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പല ആവലാതികളോടും കൂടി പഠിക്കുന്ന കുറേ അധികം ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അല്ലേ. അപ്പോൾ ഈ കേറ്ററ്റ് പരീക്ഷയിൽ സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ലോകചരിത്രം എന്ന് പറയുന്നത്. ലോകചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാചീന കാലഘട്ടം മുതലുള്ള മനുഷ്യന്റെ ജീവിത കാലഘട്ടങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അപ്പോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രാചീന കാലഘട്ടങ്ങളിലെ മനുഷ്യന്റെ ജീവിത കാലഘട്ടങ്ങൾ എത്ര ആയിട്ട് വിഭജിക്കപ്പെട്ടുവെന്നും ആ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ശിലായുഗ കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് 3 ശിലായുഗ കാലഘട്ടങ്ങൾ നമുക്കുണ്ട് അല്ലെ. പ്രാചീന ശിലായുഗമുണ്ട്, മധ്യകാല ശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്. പ്രാചീന ശിലായുഗമുണ്ട്, മധ്യകാല ശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്. ഒരിക്കലും നമുക്കൊരു ഡേറ്റ കൊണ്ടോ എഴുത്തുകുത്തുകൾ കൊണ്ടോ പുസ്തകങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങൾ കൊണ്ടോ ഒന്നും കണ്ടെത്തപ്പെട്ടതല്ല. പലപ്പോഴും ഭൂമി കുഴിച്ചു നോക്കിയും കിട്ടിയിട്ടുണ്ടായിരുന്ന അവശിഷ്ടങ്ങളുടെയും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അത്തരം രേഖാചിത്രങ്ങളുടെയും ചുമർ ചിത്രങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർത്തെടുത്ത വലിയൊരു ചരിത്രമാണ് പ്രാചീന ചരിത്രം എന്ന് പറയുന്നത് അല്ലെ. പ്രാചീന ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. പ്രാചീന ചരിത്രത്തിന്റെ ഭംഗിയും അത് തന്നെയാണ്. നമുക്ക് ലഭ്യമായ തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ലഭിച്ച വസ്തുവിന്റെ പഴക്കവും കാലപ്പഴക്കവും ഒക്കെ കണ്ടെത്തി നമ്മുടെ നരവംശ ശാസ്ത്രജ്ഞർ നമുക്ക് കുറേയധികം തെളിവുകൾ സമ്മാനിച്ചു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുവിന്റെ കാലപ്പഴക്കത്തിനനുസരിച്ച് ആ കാലത്തെ മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തി അല്ലെ. അപ്പോ ഓരോ വസ്തു, ഇപ്പൊ നമ്മളിപ്പോ ഈ നരവംശ ശാസ്ത്രജ്ഞരെ പോലുള്ള ആൾക്കാര്, ഇത്തരം ആൾക്കാര്, എക്സ്കവേറ്റിംഗ് സയന്റിസ്റ്റുകൾ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? അവർക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നം, അതിന്റെ കാലപ്പഴക്കം നോക്കും. ആ ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കാം അല്ലെ. അത് എന്ത് വസ്തു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇപ്പോ എടക്കൽ ഗുഹ പോലെയുള്ള നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഗുഹകളുണ്ട്. ആ ഗുഹകളിൽ കൊത്തി വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും ആ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആശയങ്ങളും ഒക്കെ സ്വാംശീകരിച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ തീർത്ത മനോഹരമായ ചരിത്രങ്ങളാണ് എപ്പോഴും പ്രാചീന ചരിത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ അല്ലെ. അപ്പോ ഈ പ്രാചീന ചരിത്രങ്ങളിൽ നമുക്കിപ്പോ ശിലായുഗ ചരിത്രം എടുക്കുമ്പോൾ പ്രധാനമായും 3 ശിലായുഗ ചരിത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, നമുക്ക് സിലബസിൽ പഠിക്കാനായിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തെക്കുറിച്ചും മധ്യകാല ശിലായുഗത്തെക്കുറിച്ചും നവീന ശിലായുഗത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മനുഷ്യന്റെ പരിണാമ കാലഘട്ടങ്ങളിൽ അവന്റെ ജീവിതചര്യകളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കാലഘട്ടങ്ങളെയൊക്കെ നമ്മൾ വേർതിരിച്ചെടുത്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഗുഹകളിൽ താമസിച്ചു, ഒറ്റയ്ക്ക് താമസിച്ചു, എങ്ങനെ ഭക്ഷിക്കണമെന്നറിയില്ല, കിട്ടുന്ന വസ്തുക്കൾ ഭക്ഷിക്കുന്നു, വേട്ടയാടി പിടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഘട്ടങ്ങളായി മാറി. പിന്നെ വേട്ടയാടാനായി ആയുധങ്ങൾ കണ്ടെത്തി. അതാദ്യം പരുപരുത്ത ആയുധങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് അത് മിനുസമുള്ള ആയുധങ്ങളായി, പിന്നീട് അത് കൂർത്ത ആയുധങ്ങളായി മാറി. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് വേട്ടയാടാൻ തുടങ്ങി. പിന്നീട് ഈ വേട്ടയാടുന്ന സാധനം പിന്നീട് നമ്മൾ വഴിയിൽ വെച്ച് കാണുന്ന ഒരാൾക്ക് സമ്മാനിക്കാൻ തുടങ്ങി. എന്നാ നീയും കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി. പിന്നീട് അവര് നല്ല കൂട്ടുകാരായി അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ മനുഷ്യന്റെ പരിണാമങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നു. അപ്പോ ഇവിടെ നമ്മൾ ഈ ശിലായുഗ സംസ്കാരത്തിലേക്ക് വരുമ്പോ പ്രാചീന ശിലായുഗം, മധ്യകാല ശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ വേർതിരിക്കുമ്പോൾ നോക്കിയേ, ഈ പ്രാചീന ശിലായുഗത്തിൽ പൊതുവെ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും പരുക്കനായ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ചുറ്റും കാണുന്ന ഏതൊരു വസ്തുവിനെയും ആക്രമിച്ച് കീഴടക്കി ഭക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഗുഹകളിൽ മാത്രമായി കരുതി താമസിക്കുകയും അതിനുള്ളിൽ ഒറ്റയ്ക്ക് കഴിയേണ്ട ഒരു സാഹചര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കറണ്ട് ഇല്ലാത്ത ഒരു വെളിച്ചം, ഇരുട്ടിൽ ഒന്ന് വെളിച്ചം പോലും കണ്ടെത്താൻ കഴിയാത്ത അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു. അവന്
ഒരു സാധാരണ ജീവജാലങ്ങളെ പോലെ ഒരിക്കലും ഇപ്പൊ ഒരു കാട്ടുപോത്തിന്റെ അത്രയും വലിയ ശക്തിയോ പുലിയെ പോലെ വേട്ടയാടാൻ വലിയ ആരോഗ്യമോ ഒന്നുമില്ലാത്ത ഒരു ജീവി, ഒരു വനത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു ജീവജാലം മാത്രമായിരുന്നു മനുഷ്യൻ എന്നുള്ളത്. അവന്റെ ചുറ്റുപാടുകളിൽ നിന്നും അവന്റെ ഭക്ഷണങ്ങൾ കണ്ടെത്തി, അതിനെ കീഴടക്കി ഭക്ഷിക്കാനുള്ള രീതികൾ കണ്ടെത്തി. അപ്പോ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പരുക്കനായ കല്ലുകളുള്ള കാലഘട്ടത്തെ നമുക്ക് പ്രാചീന ശിലായുഗ കാലഘട്ടം എന്ന് നമുക്ക് പറയാം. പ്രാചീന ശിലായുഗ കാലഘട്ടം എന്ന് നമുക്ക് പറയാം അല്ലെ. പ്രാചീന ശിലായുഗങ്ങളിലായിരുന്നു അലഞ്ഞു തിരിഞ്ഞ് പരുക്കനായ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമുക്കത് കൂർപ്പിക്കാൻ അറിഞ്ഞൂടാ, അത് കൂർപ്പിച്ചാൽ അത് വേഗത്തിൽ മരിക്കുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് കിട്ടിയ ഒരു വലിയൊരു പാറക്കല്ലെടുത്ത് നമ്മൾ ഒരു വസ്തുവിനെ ഇടിച്ചു കൊന്ന് ഭക്ഷിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി. അതായിരുന്നു എന്ത്? പ്രാചീന ശിലായുഗം. ആ പ്രാചീന ശിലായുഗത്തിൽ നിന്നും അവന്റെ അനുഭവങ്ങളിൽ നിന്നും മനുഷ്യൻ പഠിച്ച് അവൻ കുറച്ചും കൂടി ഡെവലപ്പ് ആകുന്നു. ആ ഡെവലപ്പിംഗ് സിറ്റുവേഷനിലാണ് നമ്മൾ മധ്യകാല ശിലായുഗത്തിലേക്ക് എത്തുന്നത്. ആ ഡെവലപ്പിംഗ് കാലഘട്ടത്തിലാണ് നമ്മൾ മധ്യകാല ശിലായുഗത്തിലേക്ക് എത്തുന്നത്. മധ്യകാല ശിലായുഗം എന്ന് പറയുന്നു, നമുക്ക് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചു വേട്ടയാടൽ വ്യാപകമായി വരുന്നു അല്ലെ. വേട്ടയാടൽ എന്ത് ചെയ്തു? വ്യാപകമായി വരുന്നു. ഓക്കെ, സൂക്ഷ്മവും മുനയുള്ളതുമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച്. ആദ്യം അങ്ങനെ മുനയുണ്ടാവുക എന്നൊന്നുമില്ല, പക്ഷെ അവന് കൂർത്ത ഒരു വസ്തു വെച്ച് ഒന്നിനെ ആക്രമിക്കുകയോ കീഴടക്കാനോ വേഗം സാധിക്കുമെന്ന് അവൻ എപ്പോഴും മനസ്സിലാക്കി. അവന്റെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു കല്ല് കുറച്ച് ഈ പറയും പോലെ ഒരു മൂർച്ചയുള്ളതായപ്പോ സാധാരണ അവൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കാൾ വേഗത്തിൽ അവന്റെ ഭക്ഷണത്തെയോ അവൻ ഭക്ഷിക്കാൻ പോകുന്ന ഒരു മൃഗത്തെയോ ജീവജാലത്തെയോ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു എന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഇനി കിട്ടുന്ന സാധനത്തെ എല്ലാം അവൻ ഉരച്ച് മിനുസപ്പെടുത്താൻ തുടങ്ങി, അല്ലെങ്കിൽ മൂർച്ചയുള്ളതാക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു മധ്യകാല ശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്തതായി വരുന്നതോ, പിന്നീട് വരുന്നതായിരുന്നു മൂന്നാം ഘട്ടമായ നവീന ശിലായുഗം എന്ന് പറയുന്നത്. പിന്നീടായിരുന്നു എന്ത്? നവീന ശിലായുഗം എന്ന് പറയുന്നത്. നവീന ശിലായുഗം. ഇവിടെ ആയുധങ്ങൾ അവൻ മിനുസപ്പെടുത്തുന്നു. അവിടെ മുനയുള്ളതാക്കിയെങ്കിൽ കുറച്ചുകൂടി മിനുസപ്പെടുത്തി, കുറച്ചും കൂടി അവന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തെ ഒരു ക്ലിയർ വെപ്പണാക്കി, അവന്റെ ഒരു സ്ഥിര ആയുധമാക്കി അവൻ സൂക്ഷിക്കാനുള്ള ഒരു രീതിയിലേക്ക് അവൻ എത്തുന്നു. അതായത് പ്രാചീന ശിലായുഗവും മധ്യകാല ശിലായുഗവും നവീന ശിലായുഗവും പറയുന്നത് മനുഷ്യന്റെ പരിണാമ കാലഘട്ടങ്ങളിൽ അവന്റെ ജീവിതചര്യകളിൽ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി കടന്നുറങ്ങാൻ ഒരു സ്ഥലവും 3 നേരം നന്നായി ഭക്ഷണം കഴിക്കാനും കൃത്യമായ വസ്ത്രം ധരിക്കാനുമുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം അല്ലെ. താമസ സ്ഥലം, ഭക്ഷണം, അതുപോലെ തന്നെ അവന്റെ വസ്ത്രം എന്നിവ തന്നെയാണ് എന്ത്? അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളായി വരുന്നത്. അപ്പൊ ഇവിടെ ഈ പ്രാചീന ശിലായുഗം എടുക്കുന്നു, മധ്യകാല ശിലായുഗം എടുക്കുന്നു, നവീന ശിലായുഗം എടുക്കുമ്പോ നമുക്ക് ഓരോ കാലഘട്ടത്തിന്റെയും പ്രത്യേകതകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ഇപ്പോ പ്രാചീന ശിലായുഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ആനക്കൊമ്പ്, മൃഗങ്ങളുടെ എല്ല്, കല്ല്, ചിപ്പി എന്നിവ ഉപയോഗിച്ച് ഇവർ ആഭരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായി കണ്ടിരിക്കുന്നു. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ ഉപയോഗിച്ച് ഇവർ ആഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും ഒക്കെ ഇവർ ചിത്രങ്ങൾ കോറി വരച്ചിരിക്കുന്നവരായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ ചിത്രങ്ങൾ കോറി വരച്ചു അവർ. മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുഹകളിലുമൊക്കെ ഇവർ എന്ത് ചെയ്തു? ഇവർ ചില ചിത്രങ്ങൾ രേഖപ്പെടുത്തി. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളായിട്ട് ഇവർ അങ്ങനെ ഉപയോഗിച്ചു. പിന്നെയോ മരനാരികൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ ഇവർ നെയ്തെടുത്തു. അവരുടെ ശരീരം മറയ്ക്കാൻ. അവൻ വനത്തിൽ ജീവിക്കുന്നവനാണ്. തണുപ്പിനെയും കാലാവസ്ഥാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ അവൻ മരനാരുകൾ നെയ്തെടുത്ത് അവൻ വസ്ത്രങ്ങളാക്കാൻ തുടങ്ങി അല്ലെ. അതുപോലെ ഈ കാലഘട്ടത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള സൈറ്റുകളിൽ നമുക്ക് കളിമൺ മനുഷ്യരൂപങ്ങളും ശിലകൾ കൊണ്ടുള്ള പ്രതിമകളും എല്ലുകൊണ്ടുള്ള സൂക്ഷ്മങ്ങളായിട്ടുള്ള വാദ്യങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാചീന ശിലായുഗങ്ങളിൽ എല്ലുകൊണ്ട് സൂക്ഷ്മങ്ങളായ സൂക്ഷ്മവാദ്യങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രാചീന ശിലായുഗ കാലഘട്ടങ്ങളിലെ പ്രത്യേകതകളിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയയാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നമ്മൾ മധ്യകാല ശിലായുഗത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, അവൻ എവിടേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആവുകയാണ്. അവൻ കിട്ടിയ ഭക്ഷണം അവൻ കൈമാറാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അവൻ നായകളെ ഇണക്കി വളർത്തുക, പരിപാലിക്കുക എന്നൊരു സമ്പ്രദായത്തിലേക്ക് എത്തുന്നു.
അതുപോലെ അവൻ ഒരു സ്ഥിരവാസം ഉറപ്പിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിയുക എന്നൊരു രീതി മാറ്റി അവൻ ഒരു സ്ഥലത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഒരേ സ്ഥലത്ത് തന്നെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങുന്നു. അതുപോലെ മരത്തടികൾ ചേർത്ത് അവർ ജലയാത്ര നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. മരത്തടികൾ ചേർത്ത് വെച്ച് ജലയാത്രകൾ നടത്തിയിരുന്നതായിട്ട് പറയുന്നു. അതുപോലെ അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടിയിരുന്നു. അവിടെ കല്ലുകളായിരുന്നു മാറി മാറി വന്നതെങ്കിൽ മധ്യകാല ശിലായുഗത്തിലേക്ക് വരുമ്പോൾ അമ്പും വില്ലിന്റെയും സാന്നിധ്യം കാണുന്നു. വേട്ടയാടലിനായി അമ്പും വില്ലിന്റെയും സാന്നിധ്യം നമുക്ക് മധ്യകാല ശിലായുഗത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ അത് നമ്മൾ നവീന ശിലായുഗത്തിലേക്ക് കുറച്ചും കൂടി നമ്മൾ ഇങ്ങ് വന്നു. നിയോലിത്തിക് ഏജ് അല്ലെ, നവീന ശിലായുഗം. മുനയുള്ള മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചു, കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടു. അതുപോലെ തടി കൊണ്ട് നിർമ്മിച്ച ചക്രങ്ങളിലായിരുന്നു ഇവർ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചിരുന്നതായും മീൻപിടുത്തത്തിനായി ചൂണ്ടകൾ ഉപയോഗിച്ചിരുന്നതായും എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ചുകൊണ്ട് ഇവർ അവരുടെ ചണനാരിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നതായും കണ്ടെത്തിയിരിക്കുന്നു നവീന ശിലായുഗം. നോക്കിയേ, ഈ 3 കാലഘട്ടം മാറി മാറി വരുമ്പോൾ, പ്രാചീനത്തിൽ നിന്നും മധ്യകാലത്തിലേക്കും മധ്യകാലത്തിൽ നിന്നും നവീനത്തിലേക്കും വരുമ്പോഴേക്കും മനുഷ്യന്റെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം നമുക്ക് കാണാനായി പറ്റും. എന്നാൽ ഈ കാലഘട്ടങ്ങളിലെ സവിശേഷതകളിൽ നമുക്ക് ഇനി പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. ഇതിനെ ഈ പറയുന്ന പോയിന്റുകളെയൊക്കെ സാധൂകരിക്കുന്ന, ഇതിനെയൊക്കെ പ്രൂവൻ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു പ്രാചീന ചരിത്ര കഥകൾ നമുക്ക് പറയാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ സവിശേഷമായ ജീവിത രീതികളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് മധ്യകാലത്തിലേക്ക് എത്തിയാലും നവീന കാലഘട്ടത്തിലേക്ക് എത്തിയാലും അതുണ്ട്. എന്നാൽ പക്ഷെ മനുഷ്യൻ അവന്റെ കണ്ടെത്തലുകൾ നിർത്തിയില്ല. അനുഭവങ്ങളിൽ നിന്നും അവൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നു. ഒരു ഉത്തമമായ ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ട, സ്ഥിരമായ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അറിവാണ് നമ്മൾ അവിടെ അറിയേണ്ടത്. മനുഷ്യൻ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും അവൻ പുതിയ 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 സാധ്യതകൾ തേടി യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഇനിയും യാത്രകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവർ തുടങ്ങി വെച്ച ആ യാത്ര തുടരുന്ന ആൾക്കാരായി നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. നമ്മളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക അവരോടൊപ്പം, അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിന്റെ പിന്മുറക്കാരായി നമ്മളും വീണ്ടും വീണ്ടും ചരിത്രങ്ങൾ മാറ്റി മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ നൂതന കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവീന ശിലായുഗ കാലഘട്ടത്തിനും ശേഷം പിന്നെയും മനുഷ്യന്റെ യുഗം ആരംഭിച്ചുകൊണ്ടേയിരുന്നു. നവീന ശിലായുഗത്തിന് ശേഷവും പിന്നെയും മനുഷ്യന്റെ യുഗം ആരംഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, എന്താണ് ഈ താമ്രശിലായുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എന്താണ് താമ്രശിലായുഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമന്റ് ചെയ്യണം. അപ്പോ ഇത്തരം രീതിയിൽ നമ്മൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നല്ല പോയിന്റ് ഔട്ട് ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഗംഭീരമായ ഒരു പഠനമാണ് നടത്തേണ്ടത്. ഈ പറഞ്ഞു തുടങ്ങിയ ചരിത്രമാണ് പിന്നീട് നമ്മുടെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മധ്യകാല ഇന്ത്യൻ ചരിത്രമായും, പിന്നീട് ആധുനിക ഇന്ത്യൻ ചരിത്രമായും, പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായും, പിന്നീട് പോരാട്ടങ്ങളുടെയും എല്ലാം അവസാനം ഒരു സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ കഥ പറയുന്ന വലിയൊരു മനോഹര ചരിത്രം തന്നെ മനുഷ്യനുണ്ട്. ആ ചരിത്രം അങ്ങ് അറ്റം മുതൽ ഇങ്ങ് അറ്റം വരെ നമുക്ക് മനോഹരമായ കഥകൾ കൊണ്ട് കോർത്തിണക്കി പഠിക്കേണ്ടതായിട്ടുമുണ്ട്. പഠിച്ചാൽ ഒരു മാർക്ക് പോലും പോകാതെ സുന്ദരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കേറ്ററ്റ് എന്ന സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനാദ്യം വേണ്ടത് അടിസ്ഥാനപരമായി ഇത് ലിങ്ക് ചെയ്ത് പഠിക്കാനും ഇതിനെ നന്നായി കമ്പയർ ചെയ്ത് പഠിക്കാനുമുള്ള ഒരു സാധ്യത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കുറേയധികം പ്രാക്ടീസുകളുണ്ട്. ടോപ്പിക്കുകളെ സബ്ഡിവൈഡ് ചെയ്യുക, സബ്ഡിവൈഡ് ചെയ്തതിനെ കണക്ഷൻ ഫാക്ടറിലൂടെയും കഥകളിലൂടെയും ബന്ധിപ്പിക്കാനായിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ഡെവലപ്മെന്റ് മൈൻഡ് ഉണ്ടാക്കുക. പറ്റില്ല എന്ന തോന്നൽ തന്നെ ആദ്യം മാറ്റിയെടുക്കുക എന്നതാണ് വേണ്ടത്. അത് പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ കേറ്ററ്റ് എന്ന് പറയുന്നത് ഒരു വലിയ മലയായിട്ടൊന്നും നിൽക്കില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ സിസ്റ്റമാറ്റിക് ലേണിംഗ് വളരെ കുറച്ച് നാൾ, ഒരു 6 മാസം നല്ല രീതിയിലൊന്ന് പഠിക്കാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലൊരു കാരണം ഇനി നമുക്ക് വരാൻ പോകുന്ന പോസിബിലിറ്റികൾ വളരെ വലുതാണ്. കാരണം അടുത്ത LP UP അസിസ്റ്റന്റ് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ നമുക്കിനി വരും. വരും വർഷങ്ങളിൽ നമുക്ക് അവസാനത്തോടു കൂടി അടുത്ത LP UP അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ സൈലത്തിന്റെ റിസൾട്ടുകളും നമ്മൾ നേടിയെടുത്ത വിജയങ്ങളും, LPക്കാണെങ്കിലും UPക്കാണെങ്കിലും നമ്മുടെ റാങ്കുകളിൽ നമ്മൾ പിടിച്ചെടുത്ത വിജയങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. അടുത്ത വിജയി നിങ്ങൾക്കാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടിസ്ഥാനപരമായ അതിന്റെ
യോഗ്യത നമ്മൾ നേടുക വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ യോഗ്യത നേടാൻ നിങ്ങൾക്ക് സാധിക്കണം. നമുക്ക് നന്നായി ഒന്നിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അതായത് നമ്മൾക്കിപ്പോ നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 29 നോക്കൂ. കേറ്ററ്റ് കാറ്റഗറി 1 നമുക്ക് 1499 രൂപയ്ക്ക് നമുക്ക് കേറ്ററ്റ് കാറ്റഗറി 1 ഉണ്ട്. കേറ്ററ്റ് കാറ്റഗറി 2ന്റെയും ക്ലാസ് നമുക്കുണ്ട്. 1999 രൂപയാണ് കേറ്ററ്റ് കാറ്റഗറി 2ന്റെ മാർക്ക് ഒരു ഫീസ് എന്ന് പറയുന്നത്. ഫുൾ നമുക്കറിയാലോ, ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഈ ബാച്ച് ഉപയോഗിക്കാം. അതുപോലെ കേറ്ററ്റ് കാറ്റഗറി 3 അതിൽ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നിവയ്ക്ക് 2499 രൂപയാണ് കേറ്ററ്റ് 3. ഇപ്പോൾ K3 K1 ഉണ്ട്, K2 ഉണ്ട്, K3 ഉണ്ട്. 3 ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് കം റെക്കോർഡഡ് ബാച്ചുകളാണ്. ഡ്യൂറേഷൻ നിങ്ങൾക്ക് പരീക്ഷ എന്നാണ് അന്ന് വരെയാണ്. അടുത്ത LP UP നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ പഠനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഒട്ടും വൈകണ്ട, എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ബോർഡ് നമ്പറുമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കൂടുതൽ മനോഹരമായ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പ്രാചീന ശിലായുഗവും മധ്യകാല ശിലായുഗവും നവീന ശിലായുഗത്തിന്റെയും ഏറ്റവും ഫോക്കസ്ഡ് ഏരിയ ആണ്. നമുക്ക് അതിന്റെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ഉള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ബൈ.